ഈ നടി അക്രമക്കേസിലെ ഏറ്റവും സുപ്രധാനമായ വിവരങ്ങളിലൊന്നായിരുന്നു ഈ കാവ്യ മാധവൻ, ദിലീപിൻ്റെ ഭാര്യ കൂടിയായ കാവ്യ മാധവൻ നൽകിയ മൊഴി. കാവ്യ മാധവൻ്റെ മൊഴിയിലെ പല കാര്യങ്ങളും അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചതാണ്. ഈ മൊഴിയും അതിൻ്റെ ഉള്ളടക്കവും അടക്കമുള്ള കാര്യങ്ങൾ വിധിന്യായത്തിലും കൃത്യമായി പരാമർശിച്ചു പോകുന്നുണ്ട്. കാവ്യ മാധവൻ നൽകിയ മൊഴി, ആ മൊഴികളോട് പിന്നീട് കോടതി എടുത്ത നിലപാട്, ഈ മൊഴിയുടെ വിശദാംശങ്ങൾ, ഇതൊക്കെ ചില ഘട്ടങ്ങളിൽ വാർത്ത വന്നതിനപ്പുറത്തേക്ക് അതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ഈ വിധിന്യായത്തിൽ ഉൾപ്പെടുന്നു. കാരണം അടച്ചിട്ട കോടതിയിലെ ആ കാര്യങ്ങൾ കൃത്യമായി വിധിന്യായത്തിൽ ഉൾപ്പെടുന്നു എന്നതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ആരോപണങ്ങളെല്ലാം നിഷേധിച്ചുകൊണ്ടാണ് കാവ്യ മാധവൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതെന്ന് ഈ വിധിന്യായത്തിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. കാവ്യയുടെ മൊഴി മഞ്ജു വാര്യരുമായുള്ള ദിലീപിൻ്റെ വിവാഹബന്ധം തകർത്തതിന് കാരണം താനാണെന്ന വാദം തള്ളി കാവ്യ രംഗത്ത് വരുന്നു. ഇങ്ങനെ നിരവധി കാര്യങ്ങളൊക്കെ കാവ്യ മാധവൻ ഇക്കാര്യത്തിൽ മൊഴി നൽകുന്നുണ്ട്. ദിലീപും താനുമായി കൂടുതൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന കാര്യമൊക്കെ കാവ്യ ഇക്കാര്യത്തിൽ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ വിവാദങ്ങളിലേക്ക് വന്നത് നമുക്കറിയാം. ഒരു വിദേശ യാത്രയിൽ, വിദേശ ടൂറിനിടയിൽ കാവ്യയും ദിലീപുമായി അടുത്ത ബന്ധം പുലർത്തി. അതാണ് പിന്നീട് ഈ തർക്കങ്ങൾക്കും വിവാദങ്ങൾക്കുമൊക്കെ, ഈ സംഭവങ്ങൾക്കുമൊക്കെ ഇടവെച്ചത് എന്ന തരത്തിലായിരുന്നു എന്ന വ്യാഖ്യാനം. പക്ഷേ ഈ വാദമൊക്കെ കാവ്യ തള്ളുന്നുണ്ട്. എന്താണ് കാവ്യ മാധവൻ പറഞ്ഞത്? അതിൻ്റെ വിശദാംശങ്ങൾ കൂടി നമുക്ക് വിശദമായി തന്നെ നോക്കേണ്ടതുണ്ട്. കാവ്യ മാധവൻ്റെ മൊഴിയിൽ മഞ്ജു വാര്യരും ദിലീപുമായിൻ്റെ വിവാഹബന്ധം തകർന്നതിൻ്റെ കാരണം താനാണെന്ന വാദം കാവ്യ മാധവൻ തള്ളുകയാണ് ഈ മൊഴിയിലൂടെ. കാവ്യയുടെ മൊഴിയുടെ മറ്റൊരു വിശദാംശം വേഗത്തിൽ നോക്കാം. തന്നെ കാണാൻ അതിജീവിതയ്ക്കൊപ്പം മഞ്ജു വാര്യരും കൂട്ടുകാരും വന്നു എന്ന മൊഴി കാവ്യ മാധവൻ നിഷേധിച്ചിട്ടുണ്ട്. ഒപ്പം കാവ്യയുടെ മൊഴിയുടെ മറ്റ് വിശദാംശങ്ങളിലേക്ക് വരുമ്പോൾ അതിജീവിതയും ദിലീപും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നില്ല എന്ന് കാവ്യ മാധവൻ പറയുന്നു. അടുത്ത മൊഴിയിലേക്ക് വരുമ്പോൾ ദിലീപുമായുള്ള മെസ്സേജുകളും കോൺടാക്റ്റുകളും തനിക്ക് ഓർമ്മയില്ല എന്ന മറുപടിയാണ് അവർ ഒരു ഘട്ടത്തിൽ ഈ വിസ്താരവേളയിൽ കോടതിയിലെടുത്ത നിലപാടുകൾ. അങ്ങനെ ദിലീപുമായി മനഃപൂർവ്വം ഫോൺ നമ്പർ മാറ്റിയെന്ന പ്രോസിക്യൂഷൻ്റെ വാദം തെറ്റെന്ന് കാവ്യ വാദിക്കുന്നു. ഒപ്പം കാവ്യയുടെ വാദങ്ങളിലേക്ക് വരുമ്പോൾ വിദേശ ഷോകളിൽ ദിലീപുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു എന്ന വാദം തള്ളുകയാണ് കാവ്യ. ഇത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ഇത് മഞ്ജു വാര്യരോട് പങ്കുവെക്കുകയും തുടർന്ന് ഈ കൊട്ടേഷൻ അടക്കമുള്ള നീക്കങ്ങളിലേക്കും ഉണ്ടായി എന്നതായിരുന്നു ഉയർന്ന ആക്ഷേപം. എന്തായാലും കാവ്യ അത് തള്ളുകയാണ്. ദിലീപുമായി സുഹൃത്ത് എന്നതിനേക്കാൾ ഉപരി കൂടുതൽ ബന്ധമുണ്ടായിരുന്നുവെന്നുമാണ് കാവ്യ മാധവൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകിയ മൊഴി. കൃത്യമായ വിശദീകരണത്തിൽ കാര്യങ്ങളിലേക്കും കാവ്യ മാധവൻ കടന്നു പോവുകയുണ്ട്. എന്തായാലും കാവ്യ മാധവൻ്റെ മൊഴി അങ്ങേയറ്റം നിർണായകമായിരുന്നു ഈ കാര്യത്തിൽ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിധിന്യായത്തിൻ്റെ പല ഘട്ടങ്ങളിലായി കാവ്യ മാധവൻ്റെ മൊഴിയും ആ മൊഴിയുടെ ചില പൊരുത്തക്കേടുകളുമൊക്കെ കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഒപ്പം ഈ കാവ്യ മാധവൻ്റെ മൊഴി അവസാന ഘട്ടത്തിൽ ഈ കേസിനെ എത്ര കണ്ട് സ്വാധീനിച്ചു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിധിന്യായത്തിൽ അതൊക്കെ പരാമർശിച്ചു പോകുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഈ നടി അക്രമക്കേസിലെ കാവ്യ മാധവൻ, ദിലീപിൻ്റെ ഭാര്യയായ കാവ്യ മാധവൻ നൽകിയ മൊഴി എത്ര കണ്ട് നിർണായകമായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മഞ്ജു വാര്യരുമായുള്ള ദിലീപിൻ്റെ വിവാഹബന്ധം തകർന്നത്, അത് സംബന്ധിച്ചുള്ള മൊഴി അവർ നൽകുന്നുണ്ട്. തന്നെ കാണാൻ അതിജീവിതയ്ക്കൊപ്പം മഞ്ജു വാര്യരും കൂട്ടുകാരും വന്നു എന്ന മൊഴി കൂടി തള്ളുന്നു. അതിജീവിതയും ദിലീപും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നില്ല എന്ന് കാവ്യ മാധവൻ വാദിക്കുന്നു. ദിലീപുമായുള്ള മെസ്സേജുകളും കോൺടാക്റ്റുകളും തനിക്ക് ഓർമ്മയില്ല എന്ന മറുപടി കൂടി പറയുന്നു. ഇങ്ങനെ മൊഴിയിലെ ഓരോ കാര്യങ്ങൾ കാവ്യ പരാമർശിക്കുന്നുണ്ട്. മനഃപൂർവ്വം ഫോൺ നമ്പർ മാറ്റി എന്ന പ്രോസിക്യൂഷൻ്റെ വാദം തെറ്റ് എന്ന് കാവ്യ വാദിക്കുന്നു. ഇങ്ങനെ കാവ്യ മാധവൻ നൽകിയ മൊഴി, അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയുടെ പൂർണ്ണമായ വിശദാംശങ്ങൾ 1700-ലധികം പേജുകൾ ഉൾപ്പെടുന്ന ഈ വിധിന്യായത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഒപ്പം ഇത് എത്ര കണ്ട് ഈ കേസിനെ സ്വാധീനിച്ചു എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നത്. കാവ്യ മാധവൻ്റെ മൊഴി, ഈ അന്വേഷണ സംഘം മുന്നോട്ട് വെച്ച ഈ മൊഴിയുടെ വാദങ്ങൾ, ഇതിനോട് കോടതി എടുത്ത സമീപനം, ഗൂഢാലോചനാവാദം നിലനിൽക്കാതെ പോയതിൽ കാവ്യ മാധവൻ നൽകിയ മൊഴിക്ക് എത്ര കണ്ട് പ്രാധാന്യമുണ്ടായിരുന്നു എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ കാവ്യ മാധവൻ നൽകിയ മൊഴിയുടെ പ്രധാനപ്പെട്ട കാര്യമാണ് ദിലീപുമായി സുഹൃത്ത് എന്നതിനേക്കാൾ ഉപരി കൂടുതൽ ബന്ധമുണ്ടായിരുന്നു എന്ന മൊഴി. ശ്രദ്ധിക്കുക, ഇത് ഇരുവരും തമ്മിലുള്ള വിവാഹത്തിന് മുമ്പുള്ള കാര്യമാണ് പരാമർശിച്ചു പോകുന്നത്. കാവ്യയുടെ മൊഴിയിൽ പരാമർശിക്കുന്നതും അതുതന്നെയാണ്. ദിലീപുമായി സുഹൃത്ത് എന്നതിനേക്കാൾ ഉപരി കൂടുതൽ ബന്ധമുണ്ടായിരുന്നു എന്ന മൊഴി കാവ്യ മാധവൻ പരാമർശിക്കുന്നുണ്ട് എന്നത് ഈ മൊഴിയിലെ ഒരു ശ്രദ്ധേയമായ കാര്യമാണ്. എന്തായാലും ഗൂഢാലോചനാവാദം പൂർണ്ണമായി
നിരസിക്കുകയും തള്ളുകയും നിഷേധിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് കാവ്യ മാധവൻ മൊഴി നൽകിയിരിക്കുന്നത്. തൻ്റെ ഭർത്താവിന് വേണ്ടി, ഭർത്താവിന് തെറ്റുകാരനല്ല എന്ന വാദങ്ങൾ തന്നെയാണ് കാവ്യ ഈ മൊഴിയിൽ ഉള്ളടക്കമായി വന്നിരിക്കുന്നത് എന്നത് കൂടിയാണ് ശ്രദ്ധേയമായ കാര്യം. എന്താണ് കാവ്യ മാധവൻ്റെ മൊഴി? ഈ മൊഴി കേസിനെ എത്ര കണ്ട് സ്വാധീനിച്ചു? നമുക്ക് വിശദമായി പരിശോധിക്കാം. രഞ്ജിത്ത് രാമചന്ദ്രൻ ഉണ്ട്. രഞ്ജിത്ത്, യഥാർത്ഥത്തിൽ ഈ കേസിൻ്റെ വിചാരണാവേളയുടെ പല ഘട്ടങ്ങളിലും കാവ്യ മാധവൻ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി പല ഘട്ടങ്ങളായി ചർച്ച ചെയ്തു പോയതാണ്. യഥാർത്ഥത്തിൽ ഈ വിധിന്യായത്തിൽ കൃത്യമായ മൊഴിയുടെ പൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടുന്നുണ്ടോ? എത്ര പേജുകളിലായി, എവിടെയൊക്കെ, എങ്ങനെയൊക്കെയാണ് കാവ്യയുടെ മൊഴി പരാമർശിക്കപ്പെടുന്നത്? തീർച്ചയായും 1790 പേജുകളുള്ള ഒരു വിധിന്യായം. അതിലേതാണ്ട് 280 പേജ് മുതൽ ഈ കാവ്യയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളുണ്ട്. അതായത് പ്രോസിക്യൂഷൻ വിറ്റ്നസ് 179 കാവ്യ എന്നുള്ളതാണ്. ഒരു ഘട്ടത്തിലൊക്കെ കാവ്യയെ ഈ കേസിൽ പ്രതി ചേർക്കും എന്നൊക്കെ പറഞ്ഞ് ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ചില നിയമവിദഗ്ധരൊക്കെ അത്തരത്തിലുള്ള അഭിപ്രായങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. കാരണം ഈ അതിജീവിതയുമായുള്ള ശത്രുതയിൽ കാവ്യയ്ക്കും പങ്കാളിത്തമുണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെ വന്നപ്പോൾ പക്ഷേ അത്തരത്തിലൊരു പ്രതികേർക്കൽ ഉണ്ടായില്ല. പ്രോസിക്യൂഷൻ വിറ്റ്നസ്സായി തന്നെയാണ് കാവ്യയെ ഈ കേസിന്റെ വിചാരണാ വേളയിൽ ഉടനീളം കോടതി നിർത്തിയത്, പ്രോസിക്യൂഷൻ നിർത്തിയത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് കാവ്യ മാധവൻ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണാണ്. നമുക്കറിയാം ഈ മൊബൈൽ ഫോണുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കം ആരംഭിക്കുന്നത്. കാവ്യ മാധവന്റെ മൊബൈൽ നമ്പറിൽ നിന്ന് വന്ന മെസ്സേജ്, ദിലീപിന്റെ ഫോണിലേക്ക് വന്ന മെസ്സേജുമായി ബന്ധപ്പെട്ടാണ് ഈ തർക്കത്തിന്റെ ഒരു തുടക്കം. കഴിഞ്ഞ ദിവസമൊക്കെ മഞ്ജു വാര്യരുടെ വിസ്താരവേളയിലൊക്കെ പറഞ്ഞ വിശദാംശം നമ്മൾ പങ്കുവച്ചപ്പോൾ അതിൽ പഴയ ദിലീപിന്റെ ഒരു ഫോണിലേക്ക് കാവ്യ അയച്ച ഒരു മെസ്സേജ് ഉണ്ട്. ആ മെസ്സേജ് അതുമായി ബന്ധപ്പെട്ടാണ് തർക്കം ആരംഭിക്കുന്നതും ആ മെസ്സേജ് മഞ്ജു പിന്നീട് മറ്റുള്ള സുഹൃത്തുക്കളെ കാണിക്കുകയും പിന്നീട് അതിജീവിതയുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കുകയും മറ്റും ചെയ്തപ്പോഴാണ് ഇത് ദിലീപ് അറിയാനിടയാവുകയും പിന്നീട് ദിലീപുമായി തർക്കമുടലെടുക്കുകയും ഒരു ശത്രുതയിലേക്ക്, അതിജീവിതയുമായ ശത്രുതയിലേക്ക് കാര്യങ്ങൾ എത്തുകയും മറ്റും ചെയ്തത് എന്നുള്ള തരത്തിലാണ് കാര്യങ്ങൾ വന്നത്. ഇവിടെ കാവ്യയോട് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അത് തൻ്റെ വിവാഹ ജീവിതവുമായി ബന്ധപ്പെട്ടായിരുന്നു. ആദ്യ വിവാഹം കഴിച്ചത് 2009 കാവ്യ മാധവൻ. ആ സമയത്ത് അതിനുശേഷം ഈ സംഭവവികാസങ്ങൾ നടക്കുന്ന സമയത്ത് ഇവർ വെണ്ണലയിൽ മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് മാതാപിതാക്കൾക്കൊപ്പം താമസിക്കാനായി മടങ്ങി വന്നതാണ് എന്ന മറുപടിയാണ് കാവ്യ നൽകിയത്. മഞ്ജു വാര്യരെ ആ സമയത്ത് PW34 പ്രോസിക്യൂഷൻ വിറ്റ്നസ് 34 മഞ്ജു വാര്യരെ നന്നായി അറിയാം, മഞ്ജുവുമായി വളരെ അടുപ്പം പുലർത്തിയിരുന്നു എന്ന് കാവ്യ മാധവൻ പറയുന്നുണ്ട്. വിവാഹത്തിന് മുമ്പുള്ള അവരുടെ ഈ വിവാഹബന്ധം തകർന്നതിന് മുൻപുള്ള കാര്യമാണിത്. ദിലീപുമായി വിവാഹം വരെ, തങ്ങളുടെ വിവാഹം വരെ ദിലീപുമായി അതിജീവിത വളരെ നല്ല ബന്ധം പുലർത്തിയിരുന്നു എന്ന കാര്യം കൂടി കാവ്യ കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ പ്രോസിക്യൂഷന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ദിലീപിന്റെ ദാമ്പത്യ ബന്ധം, ആദ്യത്തെ ദാമ്പത്യ ബന്ധം, മഞ്ജുവുമായുള്ള ബന്ധം തകരാനുള്ള കാരണക്കാരി നിങ്ങളാണോ എന്ന ചോദ്യത്തിന് നിഷേധിച്ചുകൊണ്ടാണ് കാവ്യ മാധവൻ, തനിക്ക് അതിലൊരു പങ്കാളിത്തവും ഇല്ല എന്ന് കാവ്യ മാധവൻ വ്യക്തമാക്കിയായിരുന്നു. അപ്പോൾ മറ്റൊരു ചോദ്യം പ്രോസിക്യൂഷൻ ചോദിച്ചത് അതിജീവിതയ്ക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളുടെ ഈ കാവ്യ ഈ ബന്ധങ്ങളിൽ അല്ലെങ്കിൽ പിന്നീടുള്ള സംഭവ വികാസങ്ങൾ അതിജീവിതയ്ക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന ചോദ്യത്തിനും താൻ അത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നില്ല, അവർക്കും അത്തരത്തിലൊരു പങ്കാളിത്തമില്ല എന്നുള്ള മറുപടിയാണ് കാവ്യ മാധവൻ നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. മറ്റൊരു ചോദ്യമായി, അതായത് ഈ കാവ്യ ദിലീപ് ബന്ധത്തിൻ്റെ ആഴവും പരപ്പുമൊക്കെ തങ്ങൾ മനസ്സിലാക്കിയത്, അതിജീവിതയും മറ്റും പറഞ്ഞിരുന്നത് അത് ഒരു US ഷോയുമായി ബന്ധപ്പെട്ട സമയത്താണ്. അന്ന് US ഷോയിൽ അത് ഒരു മുറിയിൽ ഇവർ തമ്മിൽ പരസ്പരം കാവ്യയും ദിലീപും മുറികളിൽ ഒരുമിച്ചുണ്ടാകാറുണ്ടായിരുന്നു. അത് കണ്ടു, ബാത്റൂമിലും മറ്റും ഒരുമിച്ച് പോകുന്ന കാഴ്ചയൊക്കെ കണ്ടു എന്ന മൊഴി അതിജീവിത നൽകിയത്. പിന്നീട് അതിജീവിത മാത്രമല്ല, തനിക്ക് ഈ വിഷയം അറിയാമായിരുന്നു എന്ന് മഞ്ജു വാര്യരും മറ്റും പറഞ്ഞത് നമ്മൾ മൊഴിയായി കോടതിയിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്താണ്. അത് ഭാമയ്ക്കും അതിജീവിതയ്ക്കും ഒപ്പം മിക്കവാറും താൻ മുറി ഷെയർ ചെയ്തിരുന്നു. തൻ്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് താൻ ഈ ഷോയ്ക്ക് പോയത്. ഭാമയ്ക്കും അതിജീവിതയ്ക്കും ഒപ്പം താൻ തൻ്റെ മുറി ഷെയർ ചെയ്തിരുന്നു. അവർക്കൊപ്പമാണ് താൻ ചില ദിവസങ്ങളിലൊക്കെ ഉറങ്ങിയത് എന്ന് പറയുന്നു. മാത്രമല്ല ഇതെല്ലാം ഇന്റർ കണക്റ്റഡ് റൂമുകളാണ്, പരസ്പര ബന്ധമുള്ള റൂമുകളാണ്. അതായത് അപ്പുറത്തെ തൊട്ടടുത്ത റൂമുള്ള ആളുകൾക്ക് ഇപ്പുറത്തേക്ക് വന്ന് കയറാനും ഒക്കെ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അത്തരം മുറിയിലാണ് താൻ താമസിച്ചിരുന്നത്, മാതാപിതാക്കളും തന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഒപ്പം ദിലീപ് തന്നെ സ്ഥിരമായി കാണാനായി മുറിയിൽ വരുമായിരുന്നല്ലോ എന്ന ആരോപണം അത് പ്രോസിക്യൂഷൻ ചോദിച്ചപ്പോൾ അത് അങ്ങനെയല്ല, ദിലീപ് അങ്ങനെ സ്ഥിരമായി തന്നെ കാണാൻ വരാറില്ല. പക്ഷെ ദിലീപാണ് ഈ ഷോയുടെ വളരെ പ്രധാനപ്പെട്ട ഒരാൾ. ഷോ പ്ലാൻ ചെയ്ത ആൾ ദിലീപായിരുന്നു ക്യാപ്റ്റൻ എന്നുള്ള മറുപടിയാണ്
ഇത്തരത്തിൽ കാവ്യ നൽകിയത്. ഈ ക്യാപ്റ്റൻ പറയുന്നതനുസരിച്ച് ഈ യാത്രയുമായി ബന്ധപ്പെട്ട പ്ലാനുകൾ തയ്യാറാക്കാൻ, ഒപ്പം പിറ്റേ ദിവസം ഷോയുടെ ചാർട്ടുകൾ തയ്യാറാക്കാനും മറ്റുമൊക്കെയായി ദിലീപ് മുറിയിൽ വരുമായിരുന്നു. അത് താൻ ഒറ്റയ്ക്കല്ല, താൻ മറ്റുള്ളവരൊക്കെയുള്ള സമയത്താണ് വന്നുകൊണ്ടിരുന്നത് എന്നാണ് കാവ്യയുടെ മറുപടി എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഇത്തരത്തിലുള്ള ഈ മുറികളിൽ ഇന്റർ കണക്റ്റഡ് മുറികളിലും മറ്റും താമസിക്കുമ്പോഴും ഈ പരസ്പരം നിങ്ങൾ വരുമ്പോൾ ഇവർ മാറിപ്പോകുമായിരുന്നോ, അതായത് മറ്റു നടിമാർ രണ്ടും മാറിപ്പോകുമായിരുന്നു എന്ന ചോദ്യം ചോദിച്ചപ്പോൾ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഒരു വിഷയം, ദിലീപുമായി സുഹൃത്ത് ബന്ധത്തെക്കാൾ വലിയ അടുപ്പം താൻ പുലർത്തിയിരുന്നു എന്നുള്ള കാര്യം കാവ്യ സമ്മതിക്കുന്നുണ്ട്. അതായത് സുഹൃത്ത് ബന്ധത്തെക്കാൾ വലിയ ഒരടുപ്പം ദിലീപുമായി പുലർത്തിയിരുന്നു എന്നുള്ള കാര്യം കാവ്യ സമ്മതിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒപ്പം 2012 മഞ്ജു ദിലീപ് ബന്ധം തകർന്ന് എന്ന് ചോദ്യം ചോദിച്ചപ്പോൾ അതിന് ഓർമ്മയില്ല എന്നുള്ള മറുപടിയാണ് കാവ്യ നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദിലീപിൻ്റെ മെസ്സേജുമായി നേരത്തെ പറഞ്ഞ മെസ്സേജ് ഉണ്ടല്ലോ, മെസ്സേജുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചപ്പോൾ ഈ മെസ്സേജ് അയച്ചു. മെസ്സേജ് നമുക്കറിയാം, കോടതിയിൽ ഈ മെസ്സേജിൻ്റെ ഫോണിൻ്റെ പരിശോധനാ ഫലമൊക്കെ FCL ഫലമൊക്കെ കോടതിയിൽ ഹാജരാക്കിയതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ കോടതിയിൽ എക്സിബിറ്റായി തന്നെ, പ്രധാനപ്പെട്ട തെളിവായി തന്നെ, ഡോക്യുമെൻ്റായി തന്നെ അവിടെ ഉണ്ട്. ഈ മെസ്സേജുകളുടെ വിശദാംശങ്ങൾ, കാവ്യയും ദിലീപും തമ്മിലുള്ള വിളികളുടെ വിശദാംശങ്ങളൊക്കെ അവിടെ ഉണ്ട്. പക്ഷേ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്തരം കാര്യങ്ങൾ തനിക്ക് ഓർമ്മയില്ല എന്നുള്ള മറുപടിയാണ് കാവ്യ മാധവൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മറ്റൊന്ന്, താനും ദിലീപും അതിജീവിതയോട് ശത്രുത പുലർത്തിയിരുന്നു എന്ന ആരോപണം ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. അത് വളരെ കൃത്യമായി തന്നെ നിഷേധിക്കുന്ന ഒരു പശ്ചാത്തലം കാവ്യ മാധവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒന്നാണ്. അത്തരത്തിൽ ഒരു വൈരാഗ്യം തനിക്ക് ഒരു കാരണവശാലും ഈ ഇവരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മൊഴി കൂടി നൽകുകയുണ്ടായി. മറ്റൊന്നായി പറഞ്ഞത്, ഈ ഫോണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഫോണാണല്ലോ ഈ വിഷയത്തിൽ, ഫോൺ നമ്പറാണല്ലോ പ്രധാനപ്പെട്ട തെളിവായി മുന്നോട്ട് വെച്ചത്. പക്ഷേ ആ ഫോൺ നമ്പർ സംബന്ധിച്ച് കാവ്യ മാധവൻ പറയുന്നത്, ആ ഫോൺ നമ്പർ ഉപയോഗിച്ച് തൻ്റെ തന്നെയാണോ എന്ന കാര്യത്തിൽ തനിക്കൊരു വ്യക്തതയില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഫോൺ 2012 മഞ്ജു വാര്യർ ഈ മെസ്സേജ് കണ്ടതിന് ശേഷം ഈ ഫോൺ നമ്പർ മാറ്റി എന്ന ചോദ്യം, എന്തുകൊണ്ട് മാറ്റി എന്ന ചോദ്യം പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. ഈ വാദത്തിന് മറുപടി പറഞ്ഞത്, താനൊരു സെലിബ്രിറ്റിയാണ്, വളരെ എല്ലാവരും അറിയാവുന്ന ഒരു ആളാണ്, അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അത്തരം ഒരാൾ സ്ഥിരമായി ഫോൺ നമ്പർ മാറ്റാറുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു ഫോൺ നമ്പർ മാറ്റിയത്. അതിനകത്ത് അസ്വാഭാവികത ഒന്നുമില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു വെക്കുകയാണ് കാവ്യ ചെയ്തത്. അത്തരത്തിൽ തനിക്കെതിരെ ഉയർന്നു വന്ന ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആരോപണങ്ങളിലും ഒന്നുകിൽ ഓർമ്മയില്ല എന്നും അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് അറിവില്ല എന്നുമുള്ള മറുപടിയാണ് കാവ്യ നൽകിയത്. ഒപ്പം അതിജീവിതയുമായി ബന്ധപ്പെട്ട ശത്രുതയുടെ കാര്യത്തിൽ അങ്ങനെ ശത്രുത ഉണ്ടാകേണ്ട യാതൊരു സാഹചര്യവും ഉണ്ടായില്ല എന്ന മറുപടി കൂടി കാവ്യ നൽകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അങ്ങനെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഈ ചോദ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ ഇത്തരം ഇല്ലിസിറ്റ് റിലേഷൻ, അതായത് കാവ്യയും ദിലീപുമായുള്ള അവിഹിതമായ ബന്ധം പ്രൂവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു പ്രോസിക്യൂഷൻ സംബന്ധിച്ചിടത്തോളം. അവിടെയാണ് ഒരു മോട്ടീവ്, എന്താണ് ഈ സംഭവത്തിന് പിന്നിലുള്ള മോട്ടീവ് എന്നത് പ്രൂവ് ചെയ്യാൻ പ്രോസിക്യൂഷൻ സാധിക്കുക. അതനുസരിച്ചുള്ള പലവിധ ചോദ്യങ്ങൾ, അത് അവരുടെ ബന്ധങ്ങൾ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. ഇവരുടെ അടുപ്പം സംബന്ധിച്ച ചോദ്യമായിരുന്നു പ്രധാനമായും ഉണ്ടായിരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ 2016-17 സമയത്ത് ഏതാണ്ട് 710 കോളുകൾ കാവ്യയുടെ ഫോണിൽ നിന്ന് ദിലീപിൻ്റെ ഫോണിലേക്കും തിരിച്ചും വന്നിട്ടുണ്ട്. രണ്ടുപേരുടെ ഫോണിൽ നിന്ന് വന്നിട്ടുണ്ട്. അത് അങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി, ഈ സമയത്ത് തങ്ങളുടെ വിവാഹം നിശ്ചയിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ വിവാഹം നിശ്ചയിച്ചു വെച്ച സമയത്ത് തങ്ങൾ പരസ്പരം ദീർഘനേരം സംസാരിക്കാറുണ്ടായിരുന്നു, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിക്കാറുണ്ട്, അല്ലാതെ അതിനപ്പുറത്ത് മറ്റൊരു സംസാരം ഉണ്ടായിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയത്. ഒപ്പം സ്കൈപ്പ് വഴി ഈ സമയത്തൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചപ്പോഴും അതും ഓർമ്മയില്ല എന്നുള്ള മറുപടിയാണ് കാവ്യ മാധവൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ എല്ലാ തരത്തിലുള്ള പ്രോസിക്യൂഷൻ ചോദ്യങ്ങളോടും വളരെ വ്യക്തമായി തന്നെ, വളരെ ഒന്ന് പഠിപ്പിച്ച് വളരെ കൃത്യമായി തന്നെ ഇതിൻ്റെ ഒരു നാൾ വഴികൾ വളരെ വിദഗ്ധമായി ഒരു അഭിഭാഷകൻ എങ്ങനെ മറുപടി പറയണം എന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതിയിൽ കാവ്യ മാധവൻ മറുപടി നൽകിയത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും പ്രോസിക്യൂഷനെ കൂടുതൽ ഇടപെടാനോ അല്ലെങ്കിൽ കൂടുതൽ ചോദ്യങ്ങളിലേക്ക് കടക്കാനോ ഉള്ള ഒരു ഗ്യാപ്പ്, അതായത് ഈ കോടതിയുടെ ഒരു സമയത്ത് കോടതിക്ക് മുന്നിൽ പ്രോസിക്യൂഷൻ ചോദിക്കുകയുണ്ടായി, ഇത്തരത്തിൽ മനഃപൂർവ്വം ഈ ഫോൺ നമ്പർ അടക്കം തൻ്റെ അല്ല എന്ന് പറയുന്നു എന്നുള്ളത്. പക്ഷെ അങ്ങനെ തൻ്റെ അല്ല എന്നല്ല പറഞ്ഞത്, തനിക്ക് ഓർമ്മയില്ല, തനിക്ക് ഈ സമയത്ത് ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം 5-6 വർഷം കഴിഞ്ഞ ഒരു സംഭവമാണ്, ഓർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്
ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമാണ് സാക്ഷി പറയുന്നത് എന്ന് പലപ്പോഴും കോടതി സാക്ഷിയോട് അത്തരത്തിൽ പ്രോസിക്യൂഷനോട് മറുപടി പറയുന്ന ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ നിരവധിയായ കാര്യങ്ങൾ പ്രോസിക്യൂഷൻ ഈ മോട്ടീവ് സംബന്ധിച്ച് ഒപ്പം അതിജീവിതയുമായുള്ള ശത്രു സംബന്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു എങ്കിൽ പോലും ഇതിൽ പലതും ഈ പറഞ്ഞതുപോലെ കൃത്യമായി തന്നെ മറുപടിയിലൂടെ കാവ്യ മാധവൻ അത്തരത്തിൽ പ്രോസിക്യൂഷന് മറുപടിയായി കൊടുക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. മറ്റൊന്ന് ഈ ഷോകൾ സംബന്ധിച്ച് ഈ ഷോയിൽ വിദേശത്ത് പോകുന്ന ഷോകളിലൊക്കെ നിരവധി ആളുകൾ കൂടെ ഉണ്ടായിരുന്നു. കലാഭവൻ മണിയും നാദിർഷായും ഒക്കെയുള്ള പല ഷോകളും ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയുണ്ടായി. ഈ ഷോയിലൊക്കെ ഉണ്ടായ സംഭവങ്ങൾ, ഒപ്പം ബസ്സിൽ ഒരു US ഷോയിൽ ഉണ്ടായ സംഭവങ്ങൾ, അതായത് ഈ അതിജീവിതയോട് നടൻ ദിലീപ് ഇത്തരത്തിൽ ചില കാര്യങ്ങൾ ചോദിച്ചുവല്ലോ എന്ന കാര്യം നിഷേധിച്ചു. ഒപ്പം ഈ വീട്ടിൽ വന്നു ഭാമയും കാവ്യ മാധവനും മഞ്ജു വാര്യരും ഒപ്പം സംയുക്ത വർമ്മയും ഗീതു മോഹൻദാസും കൂടി വീട്ടിൽ വന്ന് ഈ മെസ്സേജുകൾ സംബന്ധിച്ച് ചോദിച്ചില്ലേ എന്ന ചോദ്യത്തിനും അത്തരം ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് കാവ്യ മാധവനും പറഞ്ഞു. തുടർന്ന് മൊഴിയെടുത്ത PW 250 ആയ കാവ്യയുടെ അമ്മയും കോടതിയെ ബോധ്യപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് തനിക്ക് യാതൊരു അറിവുമുണ്ടായിരുന്നില്ല. പക്ഷേ തൻ്റെ ജീവിതത്തിൽ ദിലീപ് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കാളിത്തം വഹിച്ചിരുന്ന ആളായിരുന്നു എന്ന് കാവ്യ പറയുന്നുണ്ട്. തനിക്ക് സുഹൃത്ത് ബന്ധത്തെക്കാൾ കൂടുതൽ ഒരു ബന്ധമുള്ള ഒരാളായിരുന്നു ദിലീപ് എന്ന് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഒപ്പം മനഃപൂർവ്വം ഫോൺ നമ്പർ മാറ്റിയെന്ന പ്രോസിക്യൂഷൻ വാദം തെറ്റാണ് എന്ന് കാവ്യ പറയുന്ന പശ്ചാത്തലമുണ്ട്. ദിലീപുമായുള്ള മെസ്സേജുകളും കോൺടാക്റ്റുകളും ഫോൺ കോളുകളും ഒക്കെ ഓർമ്മയില്ല എന്ന മറുപടിയാണ് പറഞ്ഞത്. അതിജീവിതയും ദിലീപും തമ്മിൽ ശത്രുതയില്ല ഉണ്ടായിരുന്നില്ല എന്നും കാവ്യ മാധവൻ പറയുന്ന സാഹചര്യമുണ്ടായി. തന്നെ കാണാൻ അതിജീവിതയും കൂട്ടുകാരികളും മഞ്ജു വാര്യരും വന്നു എന്നുള്ള മൊഴി അല്ലെങ്കിൽ അത്തരത്തിലൊരു കാര്യം പൂർണ്ണമായും കാവ്യ തള്ളുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം മഞ്ജു വാര്യരുമായുള്ള ദിലീപിൻ്റെ വിവാഹബന്ധം തകർന്നതിന് കാരണം താനാണെന്ന വാദം തള്ളുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. ഇതൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രക്സ്. മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കോടതി ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ 1790 പേജുള്ള വിധിന്യായത്തിൻ്റെ വളരെ സുപ്രധാനമായ പേജുകളിൽ, അതായത് പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട ഒരു വിറ്റ്നസ്, അത് ഒരുപക്ഷെ വിറ്റ്നസിനെ ക്രോസ് ചെയ്തുകൊണ്ട് ആ ക്രോസിലൂടെ ഈ കാവ്യയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട വാദങ്ങൾ പൊളിക്കാം എന്നുള്ള ലക്ഷ്യമായിരുന്നു പ്രോസിക്യൂഷന് ഉണ്ടായിരുന്നത്. പക്ഷേ അത് അതിവിദഗ്ധമായി തന്നെ അവർ കാര്യങ്ങൾക്ക് മറുപടി പറയുകയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കാവ്യയുടെ മൊഴി ഒരു പരിധിവരെ വിശ്വാസമെടുക്കുന്ന ഘട്ടത്തിലേക്ക് കോടതി എത്തുകയും ചെയ്തു. അതാണ് നമ്മൾ പിന്നീട് കണ്ട ഈ ദിലീപ് കുറ്റവിമുക്തനാകുന്നതുമായി ബന്ധപ്പെട്ട് ഈ കാവ്യയുടെ മൊഴി വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്ന സാഹചര്യമൊക്കെ ഉരുത്തിരിഞ്ഞു വന്നത് ഇങ്ങനെയാണ്. സൈത്ത്, രഞ്ജിത്ത്, ഈ ഗൂഢാലോചന തെളിയിക്കുക എന്ന ദൗത്യത്തിന്റെ ഭാഗമായിട്ടായിരുന്നല്ലോ അന്വേഷണ സംഘത്തിന്റെ ഈ നീക്കം. ഗൂഢാലോചന തെളിയിക്കാൻ ദിലീപിന്റെ ഭാര്യയായ കാവ്യ മാധവൻ പറയുന്ന മൊഴികൾ നിർണായകമാണ്. ഇതിന് കൃത്യമായ ഒരു ക്വസ്റ്റ്യനെയറും മറ്റും തയ്യാറാക്കിയാണ് അന്വേഷണ സംഘം അന്ന് തയ്യാറെടുത്തിരുന്നത്. പക്ഷേ ഈ കാവ്യയുടെ മൊഴിയിൽ തനിക്ക് അറിയില്ല, ഓർമ്മയില്ല, ഇങ്ങനെയുള്ള മറുപടികൾ യഥാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിനെ കുടുക്കുന്നതായിരുന്നു. കാരണം വളരെ പ്ലാൻഡ് ആയിട്ട് മൊഴി നൽകാൻ കാവ്യ എത്തി എന്നുകൂടിയല്ലേ ഈ മൊഴികൾ നൽകുന്ന സൂചന? തീർച്ചയായും അത് നേരത്തെ പറഞ്ഞതുപോലെ ഇതിനകത്ത് ഒരുപാട് വീഴ്ചകൾ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായി തന്നെ, അതായത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അല്ലെങ്കിൽ അത്തരത്തിലൊരു ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് കോടതി എടുത്തു കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് ഈ പറയുന്ന മൊഴികളിൽ പലതും ഈ കോടതിയിൽ മാത്രം അറിയുന്ന കാര്യങ്ങൾ, മെസ്സേജുകളുമായി ബന്ധപ്പെട്ട് ഇത്തരം മെസ്സേജ് ഉണ്ടായിരുന്നു എന്ന് ഡയറക്റ്റ് മെസ്സേജിലെ കണ്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് അന്വേഷണ സംഘം മഞ്ജു വാര്യരിൽ നിന്ന് രേഖപ്പെടുത്തിയത്. പക്ഷേ ഈ മെസ്സേജുകൾ ഏത് ഫോണിൽ നിന്നാണ്, ദിലീപിൻ്റെ ഫോണിൽ നിന്നാണോ ഈ മെസ്സേജുകൾ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. അതായത് അന്വേഷണ സംഘത്തിന് ദിലീപിൻ്റെ ഇന്ന ഫോണിൽ നിന്നാണ് എന്ന കാര്യം അറിയില്ല. പക്ഷേ അത് കോടതിയിൽ പിന്നീട് വരുമ്പോൾ ഈ മെസ്സേജുകൾ ദിലീപിൻ്റെ ഫോണിലാണ് കണ്ടത് എന്ന് മഞ്ജു വാര്യർ പറയുകയാണ്. ഒപ്പം ഈ അതിജീവിതയെ ചെന്നു കണ്ട് സംസാരിച്ച കാര്യത്തിലും പോലീസുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായ ഒരു മൊഴി ഈ മഞ്ജുവിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. അത് ഇക്കാര്യത്തിൽ ഒരു കോടതിയിലേക്ക് വരുമ്പോൾ കോടതി ചോദിക്കുന്നത് എന്തുകൊണ്ട് അന്വേഷണ സംഘം ഇത്തരം കാര്യങ്ങൾ ഒരു വീഴ്ച വരുത്തി എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ മിക്ക കാര്യങ്ങളിലും ഒരു വീഴ്ച അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നീ വിധിന്യായത്തിൽ ഉടനീളം കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതനുസരിച്ചുള്ള വളരെ കൃത്യമായി തന്നെ ആ വീഴ്ചകൾ ഇഴകീറി പരിശോധിച്ച് എന്തൊക്കെയാണ് പോലീസ് ഈ വിഷയത്തിൽ ചെയ്ത കാര്യങ്ങൾ, അത് കോടതിയിൽ ഏതൊക്കെ തരത്തിൽ അത് സാക്ഷി മൊഴിയായി നൽകിക്കഴിഞ്ഞാൽ, കൃത്യമായി സാക്ഷി മൊഴി നൽകിക്കഴിഞ്ഞാൽ അത് ഏത് തരത്തിൽ കോടതിയിൽ നിലനിൽക്കില്ല എന്ന കാര്യമൊക്കെ വളരെ കൃത്യമായി പഠിച്ചു തന്നെയായിരുന്നു കാവ്യയുടെ അഭിഭാഷകൻ കാവ്യയെ കോടതിയിൽ
കോടതിയിലേക്ക് അയച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത്രത്തോളം വളരെ വിദഗ്ധമായി തന്നെ അത്തരം കാര്യങ്ങൾ പ്രോസിക്യൂഷൻ്റെ പല ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറാനും വിദഗ്ധമായി ഒഴിഞ്ഞു മാറാനും അത് ഒഴിഞ്ഞു മാറുന്നത് അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്താനും കാവ്യ മാധവന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ കോടതി കണ്ടെത്തിയ പല കാര്യങ്ങളും അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ആ കോടതി എന്തുകൊണ്ട് തള്ളി എന്ന പോർഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് വരാമെന്ന് കരുതുന്നു. പക്ഷേ അപ്പോഴും സൈത്ത് ചോദിച്ചതുപോലെ വളരെ വിദഗ്ധമായി തന്നെ ഈ വിഷയത്തിൽ മറുപടി പറയാൻ കാവ്യ മാധവനായി. അതായത് അതിജീവിതയും ദിലീപും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നില്ല എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കാവ്യ പറയുന്നുണ്ട്. ഈ വിദേശ ഷോകളിൽ കാവ്യയുമായി അടുത്ത ബന്ധം പുലർത്തി എന്നുള്ളതായിരുന്നല്ലോ ഇതിന് മുൻപ് മൊഴി നൽകിയ അതായത് മഞ്ജു വാര്യരും ഒപ്പം അതിജീവിതയും ഗീതു മോഹൻദാസും അടക്കം നൽകിയ മൊഴികൾ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം അതാണ്. അത് മറ്റ് പലരും മൊഴികളായി പറഞ്ഞുവെങ്കിലും പിന്നീട് അവരൊക്കെ പിൻവലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. റിമി ടോമിയും ഭാമയും ഒക്കെ ഈ മൊഴിയിൽ നിന്ന് പിന്മാറുന്നതൊക്കെ നമ്മൾ അന്ന് ഇത് വിചാരണ വേളയിൽ ഉടനീളം കണ്ടതാണ്. അവിടെയാണ് ഈ വിഷയങ്ങളിലൊക്കെ വളരെ കൃത്യമായി തന്നെ താൻ സ്റ്റേ ചെയ്തിരുന്നത്, താൻ താമസിച്ചിരുന്നത് ഒറ്റയ്ക്കല്ല, തൻ്റെ മാതാപിതാക്കൾ തന്നോടൊപ്പം ഉണ്ടായിരുന്നു. വിദേശ ഷോകളിൽ അത്തരത്തിലൊരു ബന്ധം പുലർത്താനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. താൻ ചില ദിവസങ്ങളിൽ റൂം ഷെയർ ചെയ്തിരുന്നത് ഈ പറഞ്ഞ 2 പേരോടൊപ്പമാണ്. അത് ഭാമയുണ്ടായിരുന്നു, ഗീതു മോഹൻദാസ് അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അത് പിന്നീട് ദിലീപ് അങ്ങോട്ടേക്ക് വരുന്നത് പലപ്പോഴും ഷോയുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഈ ഷോയുടെ ചാർട്ടുകൾ തയ്യാറാക്കാനും യാത്രകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൈമാറാനും ഒക്കെയാണ്, അല്ലാതെ മറ്റൊരു ബന്ധത്തിനല്ല വരുന്നത്. അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി നിഷേധിച്ചുകൊണ്ടാണ് ദിലീപ് കാവ്യ മൊഴി നൽകിയത് എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ഒപ്പം മഞ്ജുവായുള്ള ബന്ധം തകരാനുള്ള കാരണക്കാരി ഞാനല്ല, എനിക്ക് അതിലൊരു യാതൊരു പങ്കാളിത്തവുമില്ല. ഒപ്പം ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ മറുപടി അവരുടെ ഭാഗത്തുണ്ടാകുന്നു. ഇത്തരമൊരു ഫോൺ താനൊരു സെലിബ്രിറ്റിയാണ്, താൻ മനഃപൂർവ്വം ഫോൺ നമ്പർ മാറ്റുന്നതല്ല, താൻ ഇടയ്ക്കിടയ്ക്ക് അത്തരത്തിലുള്ള നമ്പറുകൾ മാറ്റുന്ന പശ്ചാത്തലമുണ്ട്. തൻ്റെ പ്രൈവസിയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണത്. ഈ ഫോൺ നമ്പർ കൂടുതൽ ആളുകൾക്ക് അറിഞ്ഞ് തുടങ്ങി കൂടുതൽ വിളികളും മെസ്സേജുകളും ഒക്കെ വരുമ്പോൾ താൻ ഫോൺ നമ്പർ മാറ്റുന്നത് സ്ഥിരമാണ് എന്നുള്ള മറുപടി അടക്കമാണ് ഇക്കാര്യത്തിൽ കാവ്യ നൽകിയത്, മൊഴിയായി നൽകിയത്. സൈത്ത് രഞ്ജിത്ത്, ഈ ദിലീപുമായി ഒരു സുഹൃത്ത് എന്നതിനപ്പുറമുള്ള അടുത്ത ബന്ധമുണ്ട് എന്ന കാര്യം കാവ്യ സ്ഥിരീകരിക്കുന്നുണ്ട്. മറ്റെല്ലാ ആക്ഷേപങ്ങളും തള്ളുകയാണ്. ഒന്ന്, ഗൂഢാലോചന ആരംഭിക്കുന്നത് തന്നെ ഈ വിദേശ ബന്ധത്തിലെ ഇരുവരും തമ്മിലുള്ള ബന്ധം, അത് പുറത്തു പോകുന്നതിൽ ചൊല്ലിയുണ്ടായ തർക്കം, അത്തരം നീക്കങ്ങളാണ് എന്നതാണല്ലോ പുറത്തു വന്ന വാർത്ത. അപ്പോൾ കാവ്യ ആ സാധ്യതകളെല്ലാം മൊഴിയിൽ തള്ളിയിട്ടുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണോ കോടതിക്ക് മുന്നിലേക്ക് അന്വേഷണ സംഘത്തിൻ്റെ ഈ മൊഴിയുടെ ഡ്രാഫ്റ്റിംഗ് എത്തിയപ്പോൾ അത് പരിഗണിക്കാതെ പോയത്, ഗൂഢാലോചന വാദം കോടതി അംഗീകരിക്കാതെ പോയത്? ഈ കാവ്യയുടെ മൊഴി എത്ര കണ്ട് ഇക്കാര്യത്തിൽ നിർണായകമായിട്ടുണ്ട്? സജിത്ത്, ഈ ഫോൺ നമ്പർ സംബന്ധിച്ച് നമുക്ക് അതിലേക്ക് ആദ്യം കടക്കാം. അതിൻ്റെ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട പോയിന്റും കോടതിക്ക് പരിഗണിക്കേണ്ടി വന്നൊരു പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. കാരണം ഈ ഫോൺ നമ്പർ അത് കാവ്യ മാധവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫോൺ നമ്പറാണ് എന്നുള്ളത് തെളിയിക്കാനായി പ്രോസിക്യൂഷൻ കോടതിയിൽ ഈ ഫോൺ ഉപയോഗിച്ചിരുന്ന ഈ നേരത്തെ പറഞ്ഞതുപോലെ ഫോൺ റെക്കോർഡുകൾ, ഒപ്പം മെസ്സേജുകളൊക്കെ FCL ലാബ് റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഈ പ്രോസിക്യൂഷൻ ഈ കോടതിയിൽ ഹാജരാക്കിയ ലാബ് റിപ്പോർട്ടുകൾ മറ്റും കോടതി പരിശോധിക്കാൻ വേണ്ടി ചെയ്തു. പക്ഷേ അതൊന്നും ഓർമ്മയില്ല എന്നുള്ള മറുപടി നൽകുന്നു. പക്ഷേ അപ്പോൾ ഒരു ചെറിയ പ്രശ്നം ചൂണ്ടിക്കാട്ടിയത് അത് ഈ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം എന്ന വോഡാഫോൺ ഐഡിയയുടെ ഫോണാണ് കാവ്യ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം എന്ന ഒരു സംഗതിയുണ്ട്. അതായത് ഒരു ഫോൺ നമ്പർ എടുക്കണമെങ്കിൽ അത് കസ്റ്റമറിൻ്റെ ആപ്ലിക്കേഷൻ ഫോം, നേരത്തെ 2012 കാര്യമാണെന്ന് ആലോചിക്കണം, അന്നൊക്കെ അത്തരം ചില പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം എന്ന സാധനം, അതായത് കാവ്യയുടെ ഫോൺ നമ്പറാണ് എന്ന് അസന്നിഗ്ധമായി തെളിയിക്കാൻ പറ്റുന്ന ഒന്ന് ഈ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം ആയിരുന്നു. ഈ കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോം കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല. അത് വോഡാഫോൺ ഐഡിയയുമായി ബന്ധപ്പെട്ടപ്പോൾ അവരുടെ സർവീസ് മാനേജർ അറിയിച്ചത് തങ്ങൾ 3 വർഷം മാത്രമാണ് ഇത്തരം കസ്റ്റമർ ആപ്ലിക്കേഷൻ ഫോമുകൾ സൂക്ഷിക്കാറുള്ളത്, അത് കഴിഞ്ഞാൽ അത് തങ്ങൾ മാറ്റാറുണ്ട് എന്നുള്ള മറുപടിയാണ്. അവിടെ അങ്ങനെ ഒരു വീഴ്ച പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒരുപക്ഷെ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നെങ്കിൽ അത് കിട്ടിയേനെയും എന്നുള്ള നിരീക്ഷണം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് ആ ഫോണുമായി ബന്ധപ്പെട്ട വാദങ്ങളിൽ കാവ്യ മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ കോടതിക്ക് വിശ്വസിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഈ നേരത്തെ കാവ്യയുടെ ഫോൺ നമ്പറുമായി ബന്ധപ്പെട്ട് ഈ ഫോണിൽ വന്ന കോളുകളുമായി ബന്ധപ്പെട്ട് ദിലീപുമായുള്ള മെസ്സേജുകളുമായൊക്കെ ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കാവ്യയുടെ അഭിഭാഷകൻ അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ 1 മാസം മുൻപെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ
വിശദാംശങ്ങൾ, അതായത് ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകും, അതിൻ്റെ വിശദാംശങ്ങൾ കാവ്യയ്ക്ക് കൈമാറേണ്ടിയിരുന്നു, എങ്കിൽ മാത്രമേ ഇതിൻ്റെ വിശദാംശങ്ങൾ കാവ്യയ്ക്ക് ഓർത്തെടുക്കാൻ സാധിക്കൂ എന്നുള്ള വാദം കാവ്യയുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു. അപ്പോഴും പ്രോസിക്യൂഷൻ പറഞ്ഞത് 1 മാസം മുമ്പ് ദിലീപിനും കാവ്യയ്ക്കും ഇത്തരം കാര്യങ്ങൾ കൈമാറിയതാണ് എന്ന് പറയുമ്പോഴും അപ്പോഴും മറുപടി ഓർമ്മയില്ല, തനിക്കത് പരിശോധിച്ചിട്ടില്ല, ഓർമ്മയില്ല എന്നുള്ളതായിരുന്നു. അതും കോടതി കണക്കിലെടുത്തു എന്ന് വേണം. അതായത് താൻ ഫോൺ നമ്പർ ഉപയോഗിച്ചിട്ടില്ല എന്നല്ല അസന്നിഗ്ധമായി പറയുന്നത്, പക്ഷേ അതിൽ നടന്ന കാര്യങ്ങൾ, ഈ സമയത്ത് നടന്ന കാര്യങ്ങൾ ഓർമ്മയില്ല എന്ന് മാത്രമാണ് പറയുന്നത് എന്നും പറഞ്ഞു. ഒപ്പം ഈ വാദങ്ങളെല്ലാം കോടതിക്ക് മുന്നിൽ മാത്രമാണ് ആദ്യമായി വരുന്നത്. 2 ഘട്ടമായാണ് മഞ്ജു വാര്യരുടെ മൊഴിയെടുക്കുന്നത്. ആ 2 ഘട്ടമായി മൊഴിയെടുക്കുമ്പോൾ മാത്രമാണ് ഈ മെസ്സേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം ഈ കാവ്യ മാധവൻ്റെ കോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒപ്പം ഈ കാവ്യയുമായുള്ള ബന്ധം സംബന്ധിച്ച അതിജീവിതയുടെ വീട്ടിൽ പോയി സംസാരിച്ച കാര്യങ്ങൾ ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്തരം കാര്യങ്ങൾ പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ടിലോ മറ്റും രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും, ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ രേഖപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായി കാര്യമായി കോടതി കാണുന്നു. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിലും കോടതിക്ക് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇത്ര കൃത്യമായ തെളിവുകൾ വളരെ സ്പഷ്ടമായി മഞ്ജു വാര്യർ അടക്കമുള്ളവർ പറഞ്ഞിട്ടും അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് മുന്നിൽ പറഞ്ഞില്ല, അല്ലെങ്കിൽ രേഖപ്പെടുത്തിയില്ല? അത് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള ഒരു വലിയ വീഴ്ചയല്ലേ എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നതും പ്രധാനമാണ്. അങ്ങനെ ഓരോ തരത്തിലും വളരെ കൃത്യമായി തന്നെ ഈ മൊഴി കാവ്യ പറയുകയും കൃത്യമായി തന്നെ കാര്യങ്ങൾക്ക്, പ്രോസിക്യൂഷന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയും മറ്റും ചെയ്യുകയും അത് കോടതി വിശ്വാസമെടുക്കുകയും ചെയ്തു എന്ന് വേണം പിന്നീട് വന്ന വിധിന്യായവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ. ദിലീപ് കുറ്റവിമുക്തനായതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചതിൽ ഒന്ന് ദിലീപിന്റെ നിലവിലുള്ള ഭാര്യയായ കാവ്യ മാധവന്റെ മൊഴിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് പല കാര്യങ്ങളും ഓർമ്മയില്ല എന്ന് പറയുകയും പല കാര്യങ്ങളും സംബന്ധിച്ച് അറിവില്ല എന്ന് പറയുകയും മറ്റും ചെയ്യുകയും, ഒപ്പം ചില റെക്കോർഡുകൾ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ സംഭവിച്ച ചില വീഴ്ചകളും മറ്റുമാണ് ഇത്തരത്തിൽ ഈ വിറ്റ്നസിന്റെ മൊഴി അത് കോടതിക്ക് വിശ്വാസമെടുക്കേണ്ടി വന്നത് എന്നതാണ് ഏറ്റവും പ്രധാനം. സൈദ്, യെസ്, അതാണ് സാഹചര്യം. എന്തായാലും കാവ്യ മാധവൻ നൽകിയ മൊഴികൾ അത് ഗൂഢാലോചനവാദം പൊളിക്കുന്ന തരത്തിലേക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ സാഹചര്യമുണ്ടായി എന്നുകൂടിയാണ് തെളിയിക്കപ്പെടുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യം, കൃത്യം കാവ്യ ഈ ഗൂഢാലോചനവാദത്തിൻ്റെ സൂചനകൾ നൽകുന്ന ഒരു മൊഴി പോലും, ഒരു വീഴ്ച പോലും ഈ മൊഴിയിൽ ഉണ്ടാക്കിയിട്ടില്ല. അതാണ് കോടതിയുടെ പരിഗണനയിലേക്ക് എത്തുമ്പോൾ കാവ്യയുടെ മൊഴി ഒരു തരത്തിലും ഗൂഢാലോചനവാദം ശരികരിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ കോടതിയും വിലയിരുത്താതെ പോയത്, അന്വേഷണ സംഘത്തിന് കണ്ടെത്താതെയും പോയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. യെസ്, രജിത്താണ് വിശദാംശം പറഞ്ഞത്. ഇനി നമ്മൾ പോകുന്നത്, ഒപ്പം ഈ കാവ്യ മാധവന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളുടെ ഘട്ടത്തിൽ ഏറ്റവും നിർണായകമായ ഒരു കാര്യമായിരുന്നു കേസിന്റെ നിർണായകമായ മെമ്മറി കാർഡും ഫോണും അടക്കമുള്ള വിശദാംശങ്ങൾ സൂക്ഷിക്കുന്നതിന് വേണ്ടി കാവ്യ മാധവൻ പുതിയൊരു ലോക്കർ തുടങ്ങി എന്ന ആക്ഷേപം. അത് വലിയ വാർത്തകളായി വരുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ലോക്കറിൽ പിന്നീട് പോലീസ് പരിശോധന നടത്തി. പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇക്കാര്യം കൃത്യമായി തന്നെ അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. വിധിന്യായത്തിലും ഇക്കാര്യങ്ങൾ പരാമർശിക്കുന്നുണ്ട്. കാവ്യയുടെ ആ ലോക്കർ തുറന്നപ്പോൾ കണ്ടതെന്ത്, ലോക്കറിനുള്ളിലെ വിവരങ്ങൾ ഞെട്ടിക്കുന്നതോ എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ടാകുന്നു. ഒപ്പം ഈ നീക്കങ്ങൾ എത്ര കണ്ട് ഈ കേസിൽ നിർണായകമായി എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോലീസ് എന്തിനാണ് ഈ ലോക്കർ കുത്തി തുറന്നത്, ലോക്കറിനുള്ളിൽ എന്ത് കണ്ടു, എന്തായിരുന്നു സംഭവിച്ചത്? എന്തായാലും അന്വേഷണ സംഘത്തിൻ്റെ ഈ നീക്കം എന്തായിരുന്നു, ഒടുവിൽ വിധിന്യായത്തിൽ ഇതെങ്ങനെ പരാമർശിക്കുന്നു, നമുക്ക് നോക്കാം. യെസ്, മഞ്ജുഷ് ഗോപാൽ ഉണ്ട്. മഞ്ജുഷ്, എന്തായാലും ഈ കേസിൻ്റെ ആദ്യ നാളുകളിൽ വലിയ ചർച്ചയായതാണ് മെമ്മറി കാർഡ്. എവിടെ മെമ്മറി കാർഡ് പുറത്തേക്ക് പോയെങ്കിൽ ആ മെമ്മറി കാർഡ് എവിടെ? ഒടുവിലാണ് ഈ മെമ്മറി കാർഡ് സൂക്ഷിക്കുന്നതിന് വേണ്ടി പുതിയൊരു ലോക്കർ തുറന്നു, അങ്ങനെ മെമ്മറി കാർഡ് കൈവശം വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ വലിയ വാർത്തകളൊക്കെ അന്ന് ഉയർന്നു വന്നതാണ്. അന്വേഷണ സംഘത്തിൻ്റെ ആ കണ്ടെത്തൽ യഥാർത്ഥത്തിൽ എന്തായിരുന്നു? അന്ന് വന്ന വാർത്തകളുമായി ചേർന്ന് പോകുന്നതായിരുന്നു ഈ കണ്ടെത്തൽ. ഒടുവിൽ വിധിന്യായത്തിൽ ഇതെങ്ങനെയാണ് പരാമർശിച്ചു പോകുന്നത്? യെസ്, കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായിരുന്നു ഈ ബാങ്ക് ലോക്കറിൽ കാവ്യ മാധവൻ ഈ നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ അടക്കമുള്ള മെമ്മറി കാർഡും ഫോണും ദൃശ്യങ്ങൾ ഈ ലോക്കറിനുള്ളിൽ സൂക്ഷിച്ചിരുന്നു എന്ന ആക്ഷേപം. ഒടുവിൽ പോലീസ് ആ ലോക്കർ കുത്തി തുറന്ന് പരിശോധിക്കുന്നു. ലോക്കറിനുള്ളിൽ പോലീസ് കണ്ടെത്തിയത് എന്ത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുകയാണ്. ഒടുവിൽ അന്വേഷണ സംഘം കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചതെന്ത്, കോടതി എങ്ങനെ വിലയിരുത്തിയെന്ന് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. മഞ്ജുഷ്, നമ്മൾ ഈ നടിയാക്രമ വാർത്തകൾ ആദ്യം വന്നപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം
നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ എവിടെ പോയി എന്ന ചോദ്യം. അവിടെയാണ് ഒരു മെമ്മറി കാർഡും ആ മെമ്മറി കാർഡ് സൂക്ഷിച്ചു വെക്കാൻ ഒരു ലോക്കറും തുടങ്ങിയ വാർത്തകളൊക്കെ അന്ന് പുറത്തു വന്നത്. ഈ വാർത്തകളുമായി ചേർന്ന് പോകുന്ന റിപ്പോർട്ടാണോ കോടതിയിൽ പോലീസ് നൽകിയത്? ഒടുവിൽ കോടതി എന്ത് കണ്ടെത്തലാണ്, എങ്ങനെയാണ് ഈ അന്വേഷണ റിപ്പോർട്ടിനെ പരിഗണിച്ചത്? സജിത്ത് പറഞ്ഞതുപോലെ തന്നെ കാവ്യ മാധവന്റെയും ദിലീപിന്റെയും പേരിലുള്ള കൊച്ചിയിലെ പനമ്പള്ളി നഗറിലെ ഫെഡറൽ ബാങ്കിന്റെ ശാഖയിലെ അക്കൗണ്ടും പിന്നീട് കാവ്യ മാധവൻ തുറന്ന ലോക്കറും, ബാങ്ക് ലോക്കറും, ഇത് വലിയ രീതിയിൽ ചർച്ചയായ ഒരു വിഷയമാണ്. സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ ഈ വിഷയം കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തു. പ്രോസിക്യൂഷൻ ഈ വിഷയം കോടതിയിൽ ഉന്നയിക്കുവാനുള്ള കാരണം തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ തന്നെയാണ് ഈ ബാങ്ക് ലോക്കർ എന്നുള്ളതാണ്. അതായത് ഈ മെമ്മറി കാർഡും അതുപോലെ തന്നെ മൊബൈൽ ഫോണും സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പനമ്പള്ളി നഗറിലെ ഫെഡറൽ ബാങ്കിന്റെ ശാഖയിൽ ലോക്കർ തുറന്നത്. ആ ഡേറ്റ് കൂടി കൃത്യമായിട്ട് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞിരുന്നു. നടിയെ ആക്രമിച്ച ഈ ക്രൂരകൃത്യം നടന്ന ദിവസം എന്ന് പറയുന്നത് 2017 ഫെബ്രുവരി 17 ഈ ലോക്കർ അവിടെ തുറന്നത്, ലോക്കർ കാവ്യയുടെ പേരിൽ തുറന്നത് 2017 ഫെബ്രുവരി 24 തീയതിയാണ്. അതായത് കൃത്യം ഒരാഴ്ചയ്ക്ക് ശേഷം 17-24 തീയതി കുറ്റകൃത്യം നടക്കുന്നു. ലോക്കർ തുറക്കുന്നത് അതേ മാസം 24 തീയതിയാണ്. അപ്പോൾ ഇത് എന്തിനു വേണ്ടി ഇങ്ങനെയൊരു ലോക്കർ അവിടെ തുറന്നു കാവ്യയുടെ പേരിൽ? അതിനു മുൻപ് പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞത് ഇവിടെ കാവ്യയുടെയും ദിലീപിന്റെയും പേരിൽ ഒരു ജോയിന്റ് അക്കൗണ്ടും ഈ ബാങ്കിൽ ഉണ്ടായിരുന്നു. ആ ജോയിന്റ് അക്കൗണ്ട് തുറന്നതും അതിന് തൊട്ട് 2 മാസമല്ല 1 മാസം മുൻപാണ്. അതായത് ജനുവരി മാസത്തിലാണ് അങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് അവിടെ തുറന്നതും. അതായത് 1 മാസത്തിന്റെ ഇടവേളയിൽ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു, അതുപോലെ തന്നെ ലോക്കർ തുറക്കുന്നു. എന്തിനു വേണ്ടിയായിരുന്നു ഇത്? അപ്പോൾ എന്തായിരുന്നു ആ ലോക്കറിൽ സൂക്ഷിച്ചിരുന്നത്? ആ ലോക്കറിൽ സൂക്ഷിച്ച കാര്യങ്ങളുടെ വിവരങ്ങൾ കാവ്യ മാധവൻ കോടതിയിൽ പറഞ്ഞോ? നേരത്തെ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കോടതിയിൽ വാദപ്രതിവാദങ്ങളായി വന്നിരുന്നു. പ്രോസിക്യൂഷന്റെ കേസ് എന്ന് പറയുന്നത് ആ മെമ്മറി കാർഡും, നിർണായകമായ ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡും, ആ നടിയെ ആക്രമിച്ച ഈ സംഭവം ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച മൊബൈൽ ഫോണും, അത് പൾസർ സുനിയും 4ാം പ്രതിയും ചേർന്ന് കാവ്യ മാധവന്റെ കാക്കനാടുള്ള ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ എത്തിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ എത്തിച്ച മെമ്മറി കാർഡും മൊബൈൽ ഫോണും അത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയൊരു ലോക്കർ തുറന്നത്. അവിടെയും ആ തീയതി വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ പൾസർ സുനിയും 4ാം പ്രതിയും എത്തുന്നത് 22 തീയതിയാണ്. അതായത് കുറ്റകൃത്യം നടന്നത് 17 തീയതി, 22 തീയതി ലക്ഷ്യയിലെത്തുന്നു. 23 തീയതി പൾസർ സുനി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 24 തീയതിയാണ് ഇങ്ങനെ ബാങ്ക് ലോക്കർ തുറന്നത്. അപ്പോൾ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് ഈ പറയുന്ന മെമ്മറി കാർഡും ആ നിർണായകമായ തെളിവും അതുപോലെ തന്നെ ഈ മൊബൈൽ ഫോണും സൂക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കാവ്യ മാധവന്റെ പേരിൽ അവിടെ ലോക്കർ തുറന്നത് എന്നാണ്. അപ്പോൾ ഇത് കോടതിയിൽ തെളിയിക്കേണ്ടത് പ്രോസിക്യൂഷന്റെ ബാധ്യതയായിരുന്നു. അതിനുവേണ്ടി സാക്ഷികളെ ഹാജരാക്കണമായിരുന്നു. സാക്ഷികൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും ബാങ്കിലെ ജീവനക്കാരായിരുന്നു. പക്ഷേ അത് വിധിന്യായം വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ബാങ്കിലെ ഒരു മാനേജരെയാണ് സാക്ഷിയായിട്ട് കോടതിയിൽ ഹാജരാക്കിയത്. ആ സാക്ഷിയായ മാനേജർ എന്ന് പറയുന്നത് 2022 വർഷം അവിടെ ഫെഡറൽ ബാങ്കിന്റെ പനമ്പള്ളി നഗർ ശാഖയിൽ മാനേജരായിരുന്ന ആളാണ്. പക്ഷേ ഈ ലോക്കർ തുറക്കുന്നത് 2017 ആ സമയത്തെ ജീവനക്കാരെ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് കഴിയാത്തത് എന്ത് എന്നുള്ള ചോദ്യം കോടതി ഉന്നയിക്കുകയുണ്ടായി. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടി ഇതിനിടയിൽ സംഭവിച്ചു. ഈ ലോക്കർ, ഈ പറയപ്പെടുന്ന ലോക്കർ പോലീസ് കുത്തി തുറക്കുകയുണ്ടായി. അതായത് ഈ പൾസർ സുനി അറസ്റ്റ് ചെയ്യപ്പെടുന്നു, അന്വേഷണം ദിലീപിലേക്ക് പോകുന്ന ഒരു സമയത്ത് ഈ ലോക്കർ തുറന്നു. അത് ദിലീപും കാവ്യ മാധവനും അറിയാതെയാണ് ലോക്കർ തുറന്നത്. ആ ലോക്കർ തുറന്നപ്പോൾ അവിടെ നിന്ന് ചില സാധനങ്ങൾ കണ്ടെത്തി. സ്വാഭാവികമായിട്ടും കോടതിയിൽ പ്രോസിക്യൂഷൻ നൽകുന്ന വിവരം എന്ന് പറയുന്നത് മെമ്മറി കാർഡും അതുപോലെ തന്നെ മൊബൈൽ ഫോണും ആ ലോക്കറിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണല്ലോ പ്രോസിക്യൂഷന്റെ വാദം. അപ്പോൾ അവിടെ മഹസർ തയ്യാറാക്കിയിരുന്നു. എന്താണ് പോലീസ് അവിടെ കുത്തി തുറന്നപ്പോൾ, ആ ലോക്കർ കുത്തി തുറന്നപ്പോൾ കിട്ടിയ സാധനങ്ങൾ എന്നുള്ള കാര്യം. പിന്നെ ഒരു കാര്യം കോടതി അപ്പോൾ ചോദിച്ചു, ഇക്കാര്യത്തിൽ ദിലീപിനും കാവ്യ മാധവനും അവരുടെ പേരിലാണല്ലോ ജോയിന്റ് അക്കൗണ്ട്, ഒരു അക്കൗണ്ട് ഉള്ള ആൾക്കേ ലോക്കർ തുറക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ വിവരം
ഈ ലോക്കർ തുറക്കുന്ന വിവരം ഇവരെ അറിയിച്ചിരുന്നു എന്നാണ്. അപ്പോൾ ലോക്കർ കുത്തി തുറക്കണമെങ്കിൽ അതിനു മുൻപ് ഈ ലോക്കർ ബാങ്കിൽ വന്ന് തുറക്കണം എന്ന് ഇവരോട് ആവശ്യപ്പെടണം. അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു. അങ്ങനെ നോട്ടീസ് കിട്ടിയിട്ടും അവർ ലോക്കറിന്റെ താക്കോലുമായിട്ട് വരാതിരുന്നത് കൊണ്ടാണോ ലോക്കർ കുത്തി തുറക്കേണ്ടി വന്നത്, ബലമായിട്ട് തുറക്കേണ്ടി വന്നത് എന്ന ചോദ്യം ഉന്നയിച്ചപ്പോൾ അങ്ങനെ ബാങ്കിൽ നിന്ന് ഒരു നോട്ടീസ് അയച്ചതിന്റെ വിവരം ഇല്ല എന്നായിരുന്നു. അത് പ്രോസിക്യൂഷനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു കാര്യമായി പോയി. കാരണം നോട്ടീസ് നൽകാതെ തന്നെ ഇവർ വന്ന് തുറന്നില്ലായിരുന്നുവെങ്കിൽ ബലമായിട്ട് തുറക്കാമായിരുന്നു. പക്ഷേ എന്തിന് അങ്ങനെ തുറന്നു എന്നുള്ള കാര്യം ഉന്നയിക്കുകയുണ്ടായി. പിന്നെ അതിപ്രധാനമായ കാര്യം, എന്താണ് ലോക്കറിൽ നിന്ന് കിട്ടിയത്? ആ ലോക്കറിൽ നിന്ന് കിട്ടിയത് എന്താണ് എന്നുള്ളത് മഹസർ പരിശോധിച്ചപ്പോൾ അതിൽ പറയുന്നത് 5 രൂപയുടെ ഒരു കോയിൻ എന്നുള്ളതാണ്. 5 രൂപയുടെ കോയിൻ മാത്രമായിരുന്നു ആ ബാങ്ക് ലോക്കറിൽ നിന്ന് കിട്ടിയത്. അതായത് ഈ കുറ്റകൃത്യം നടന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ബാങ്കിൽ ലോക്കർ തുറന്ന കാവ്യ മാധവൻ അതിൽ ഈ പറയുന്ന മെമ്മറി കാർഡും മൊബൈൽ ഫോണും ഒളിപ്പിക്കുകയായിരുന്നു എന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം ശരിയാകണമെങ്കിൽ അന്ന് പോലീസ് ഏപ്രിൽ മാസത്തിലാണ് പോലീസ് അത് കുത്തി തുറന്നത്. ആ സമയം ആ ലോക്കറിൽ നിന്ന് ഇതേ സാമഗ്രികൾ കിട്ടണമായിരുന്നു. പക്ഷേ കിട്ടിയത് 5 രൂപയുടെ ഒരു കോയിൻ മാത്രമായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഇത് തെളിയിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യമാണ്. അപ്പോൾ അതിനിടയിൽ ഈ ലോക്കർ തുറന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലേക്കാണ് അന്വേഷണം പോയത്. പക്ഷേ ബാങ്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ ആകെ ഒറ്റ തവണയെ ഈ ലോക്കർ തുറന്നിട്ടുള്ളൂ. ആ തുറന്നത് എന്ന് പറയുമ്പോൾ ഈ ലോക്കർ അവിടെ തുടങ്ങിയ ആ സമയത്ത് തന്നെയാണ്. കാവ്യ മാധവന്റെ പേരിൽ ഈ ലോക്കർ ഓപ്പൺ ചെയ്ത ദിവസം അത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ പോലെ 24-ാം തീയതിയാണ്. അങ്ങനെ ഒറ്റ ദിവസം മാത്രമേ ഈ ലോക്കർ തുറന്നിട്ടുള്ളൂ. അതിനുശേഷം ഈ ലോക്കർ തുറന്നത് പോലീസ് കുത്തി തുറന്നതാണ്. അപ്പോൾ അതിനിടയിൽ ആ ലോക്കറിൽ നിന്ന് എങ്ങനെ സാധനങ്ങൾ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ തൊണ്ടി മുതലുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റാൻ സാധിക്കും എന്നുള്ള കാര്യം കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നുള്ളത് പ്രോസിക്യൂഷൻ ഒരു വീഴ്ചയായി. പക്ഷേ പ്രോസിക്യൂഷൻ പറയുന്നത്, പ്രോസിക്യൂഷന്റെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റ് ചില കാര്യങ്ങളും പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു. കാവ്യ മാധവന്റെ മൊഴി എടുത്തിരുന്നു. പക്ഷേ കാവ്യ മാധവനോട് ചോദിച്ചു, എന്താണ് ഈ ബാങ്ക് ലോക്കർ തുറന്നപ്പോൾ എന്തിനു വേണ്ടിയാണ് ലോക്കർ തുറന്നത്, എന്ത് വെക്കുന്നതിന് വേണ്ടിയാണ്, ഇനി സ്വർണമോ പണമോ എന്ത് വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ലോക്കർ തുറന്നത് എന്ന് ചോദിച്ചപ്പോൾ കാവ്യ മാധവൻ പറഞ്ഞത് ഓർമ്മയില്ല എന്നുള്ള കാര്യമാണ്. കോടതി അതേ നിലയ്ക്ക് തന്നെ ആ മൊഴിയെ എടുത്തു എന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത്. എന്തുകൊണ്ട് അതിലേക്ക് കൂടുതൽ അന്വേഷണം പോയില്ല? ആ ദിവസം ഈ ലോക്കർ തുറന്നത് എന്തിനു വേണ്ടിയാണ്? മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഒരുപാട് ബാങ്കുകളിൽ ദിലീപിനും കാവ്യ മാധവനും അക്കൗണ്ടുണ്ട്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഈ സമയത്ത്, അതായത് ഈ കുറ്റകൃത്യം നടക്കുന്ന ഈ സമയം, അതിന് തൊട്ട് മുൻപ് ജനുവരിയിൽ എന്തിനു വേണ്ടി ഈ ബ്രാഞ്ചിൽ, ഈ പ്രത്യേക ബ്രാഞ്ചിൽ, പനമ്പള്ളി നഗറിലെ ഈ ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, എന്നിട്ട് ഈ കുറ്റകൃത്യം നടന്നതിന് തൊട്ട് പിന്നാലെ അവിടെ ലോക്കർ എടുക്കണം, അതെന്തിനു വേണ്ടിയാണ് എന്നുള്ള ചോദ്യം ഉന്നയിച്ചു. അപ്പോൾ ദിലീപ് ഇതേക്കുറിച്ച് വിശദീകരണം നൽകിയതെന്ന് പറയുന്നത്, എന്നെ ഒരുപാട് ബാങ്കിൽ നിന്ന് ആളുകൾ വിളിക്കാറുണ്ട്, ക്യാൻവാസ് ചെയ്യാറുണ്ട്. അത് സാധാരണമാണ്, ശരിയാണ് കേട്ടോ. ഈ സെലിബ്രിറ്റികളും അതുപോലെ തന്നെ പണമുള്ളവരുമൊക്കെ അവരുടെ അക്കൗണ്ടുകൾ തുറക്കാൻ ബാങ്കുകൾ താല്പര്യപ്പെടാറുണ്ട്. അങ്ങനെ ക്യാൻവാസ് ചെയ്തതനുസരിച്ച് ഈ ബാങ്കിൻ്റെ ക്യാൻവാസ് മാനേജറുടെ നിരന്തരമായ ആവശ്യപ്രകാരം ഞാൻ ആ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുറക്കുകയായിരുന്നു, എൻ്റെയും കാവ്യയുടെയും പേരിൽ എന്നുള്ളതാണ്. സംയുക്ത അക്കൗണ്ട്. അത് ഈ പറയുന്നത് 2017 ജനുവരി 27-നാണ് അക്കൗണ്ട് അവിടെ ഓപ്പൺ ആയത്. അതിനും 2 ദിവസം മുമ്പ് അക്കൗണ്ട് ഫോം ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തിരുന്നു, 2017 ജനുവരിയിൽ. അപ്പോൾ അങ്ങനെയാണ് ദിലീപിൻ്റെ വാദം. അത് ഒരു പരിധിവരെ അത് ശരിയുമാണ്. കാരണം സെലിബ്രിറ്റികളുടെയൊക്കെ അക്കൗണ്ടുകൾ പല ബാങ്കുകളിലുണ്ട്. അവർ പിന്നെ അത് ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യാറ് പോലുമില്ല. ചില ബാങ്കുകളിൽ മാത്രം അവർ സ്ഥിരമായിട്ട് ഓപ്പറേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് സംഭവം. പക്ഷേ ഈ ലോക്കർ തുറന്നത് എന്തിനാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഒരു മറുപടി വന്നിട്ടില്ല. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ സൂക്ഷിക്കാനായിരിക്കുമോ എന്നുള്ള കാര്യമാണ്. പബ്ലിക് പ്രോസിക്യൂട്ടർ മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. ഈ ലോക്കർ തുറന്നപ്പോൾ 5 രൂപയുടെ ഒരു കോയിനോടൊപ്പം അമ്പലത്തിലെ പ്രസാദം, അങ്ങനെ ചില പൂജാ സാമഗ്രികൾ കൂടി കിട്ടി എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. വിധിന്യായത്തിൽ അത് പറയുന്നില്ല. പക്ഷേ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചപ്പോൾ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മറ്റൊരു കാര്യം കൂടി ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. ഈ ലോക്കർ തുറക്കുന്നതിനും ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നതിനും മറ്റൊരു കാരണം കൂടിയുണ്ട്. ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് നടന്നിരുന്നു ഈ നടിയെ ആക്രമിക്കുന്നതിന് ഗോവയിലെ ഷൂട്ടിംഗ് സമയത്ത്. അപ്പോൾ അന്ന് തന്നെ, ആ സമയത്ത് തന്നെ മുൻകൂട്ടി അന്ന് ഇത്തരത്തിലുള്ള തെളിവുകൾ വരും, അപ്പോൾ അത് രഹസ്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്, തെളിവ് നശിപ്പിക്കേണ്ടതുണ്ട്. ആ ഉദ്ദേശത്തിൽ പെട്ടെന്ന് തന്നെ ഇവിടെ ഫെഡറൽ ബാങ്കിലെ ശാഖയിൽ ഇങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ അത് അന്ന് നടന്നില്ല. പിന്നീട് ഇങ്ങനെ
ആലുവയിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടന്ന് അത് വിജയകരമായിട്ട് അവർ പൂർത്തിയാക്കുകയും ചെയ്ത സമയത്ത് പിന്നെ പിടിക്കപ്പെടുമെന്നുള്ള ഒരു സാഹചര്യം വരുന്ന ഒരു സമയത്ത് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ലോക്കർ തുറക്കുകയും അങ്ങനെ അവിടെ അങ്ങോട്ട് മാറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ കൺവിൻസിംഗ് ആയിട്ടുള്ള തെളിവുകൾ ഹാജരാക്കുവാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല എന്നാണ് കോടതി പറഞ്ഞത്. കോടതി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, ഈ മാനേജർ എന്ന് പറയുന്നത് 2022 മാനേജറാണ്, എന്തുകൊണ്ട് മറ്റ് ജീവനക്കാരെ ഹാജരാക്കിയില്ല എന്നുള്ള കാര്യം ഉന്നയിക്കുകയുണ്ടായി. അവരുടെ സാക്ഷിമൊഴികൾ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതിന് തൊട്ട് മുൻപാണല്ലോ ഈ ലക്ഷ്യയിൽ കൊണ്ടുവന്ന് ഈ മെമ്മറി കാർഡും ഫോണും ഏൽപ്പിച്ചു എന്നുള്ള കാര്യം പ്രോസിക്യൂഷന്റെ വാദമായിട്ട് വരുന്നത്. അതിനും തെളിവുകളില്ല എന്ന് കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ബാക്കിയാണ് ഈ പറയുന്ന ലോക്കറിലേക്ക് ഈ മെമ്മറി കാർഡും ഫോണും മാറ്റം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം. പക്ഷേ ലക്ഷ്യയിൽ പൾസർ സുനിയും 4-ാം പ്രതിയും വന്ന് ഈ മെമ്മറി കാർഡും അതുപോലെ തന്നെ ഫോണോ രണ്ടിലേതെങ്കിലുമോ കൈമാറിയതിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതി അതും തള്ളുകയാണ്. അതിൽ കോടതി പറയുന്ന കാര്യമുണ്ട്, പ്രോസിക്യൂഷൻ പല സ്ഥലങ്ങളിൽ പലതായിട്ടാണ് പറഞ്ഞത്. 4 തരത്തിൽ പറഞ്ഞു. ഒന്ന്, പൾസർ സുനിയും 4-ാം പ്രതിയും ലക്ഷ്യയിൽ വന്നത്, കാവ്യ മാധവന്റെ സ്ഥാപനത്തിൽ വന്നത് ഈ കുറ്റകൃത്യം നടന്നതിന് തൊട്ട് പിന്നാലെ 22-ാം തീയതി വന്നത് ബാക്കി പണം വാങ്ങിക്കുവാനാണെന്ന് ഒരു ഘട്ടത്തിൽ പറഞ്ഞു. മറ്റൊരു ഘട്ടത്തിൽ പറഞ്ഞത് ഒരു കത്ത് കൈമാറാനാണെന്ന്. മൂന്നാമതൊരു ഘട്ടത്തിൽ പറഞ്ഞത് മൊബൈൽ ഫോൺ കൈമാറാനാണെന്ന്. 4-മതൊരു ഘട്ടത്തിൽ പറഞ്ഞത് ഈ പറയുന്ന മെമ്മറി കാർഡ് കൈമാറാനാണെന്ന്. കാരണം ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഒരു സ്ഥിരതയില്ല എന്നും അതുപോലെ തന്നെ സാഗർ വിൻസെന്റ് എന്നുള്ള ഒരു സാക്ഷിയാണ് ഉണ്ടായിരുന്നത് പ്രധാനമായിട്ടും. അത് ഈ ലക്ഷ്യയിലെ ജീവനക്കാരനായിരുന്നു. ആ ജീവനക്കാരൻ മൊഴി അവസാനം കോടതിയിൽ പറഞ്ഞത് പൾസറും ഈ പറയുന്ന 4-ാം പ്രതി വിജീഷും അവിടെ വന്നു എന്നുള്ള കാര്യമാണ്. പക്ഷേ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥരോട് അങ്ങനെ ആയിരുന്നില്ല എന്ന് പറഞ്ഞത് എന്നുള്ള കാര്യം കൂടി വന്നിരുന്നു. 164-ലും അങ്ങനെ അല്ലായിരുന്നുവെന്ന്. പക്ഷേ പോലീസ് അന്ന് ഭീഷണിപ്പെടുത്തി, വക്കീൽ ഭീഷണിപ്പെടുത്തി എന്നൊക്കെ സാഗർ വിൻസെന്റ് പറഞ്ഞെങ്കിലും ഈ സാഗർ വിൻസെന്റ് 2 തരത്തിൽ മൊഴി പറഞ്ഞതുകൊണ്ട് വിശ്വസനീയമായ ഒരു സാക്ഷിയല്ല. അതുകൊണ്ട് പൾസർ സുനി ലക്ഷ്യയിൽ വന്ന കാര്യം സാധൂകരിക്കുവാൻ മറ്റു ചില സാക്ഷികളും ഉണ്ടായിരുന്നു, പക്ഷേ അത് സാധൂകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു കോടതി കണ്ടെത്തിയത്. അതിന് പിന്നാലെയാണ് ഇങ്ങനെ ഈ ലോക്കർ എന്നുള്ള ആ ഒരു എപ്പിസോഡ് അവതരിപ്പിച്ചത് പ്രോസിക്യൂഷൻ. പക്ഷേ അവിടെയും പ്രോസിക്യൂഷൻ പരാജയപ്പെടുകയായിരുന്നു. കാവ്യ മാധവന് അവിടെ ലോക്കർ ഉണ്ട് ആ ബാങ്കിൽ എന്നുള്ള കാര്യം ശരിയാണ്. ലോക്കർ ആ ദിവസം തുറന്നിട്ടുമുണ്ട്. ഈ കുറ്റകൃത്യം നടന്നതിന് തൊട്ടടുത്ത ആഴ്ച ആ ലോക്കർ തുറന്നിട്ടുമുണ്ട്. ആ ഒറ്റ ദിവസം മാത്രമേ ആ ലോക്കർ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അത് തുറന്നത് പോലീസ് കുത്തി തുറന്നതാണ്. പക്ഷേ അവിടെ നിന്ന് കിട്ടിയത് 5 രൂപയുടെ കോയിനായിരുന്നു. അപ്പോൾ എവിടെ മെമ്മറി കാർഡ്, ഈ പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ, അതുപോലെ തന്നെ എവിടെ മൊബൈൽ ഫോൺ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ പ്രോസിക്യൂഷൻ അക്കാര്യത്തിൽ കൂടുതൽ തെളിവുകളിലേക്ക് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ പ്രോസിക്യൂഷൻ ഇനിയിപ്പോൾ അപ്പീൽ കൊടുക്കുമ്പോഴും പറയുന്നത് ഇതേ കാര്യമായിരിക്കും. ഇങ്ങനെ ഒരു ലോക്കർ തുറന്നത് സംശയകരമാണ്. ഇപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഈ മെമ്മറി കാർഡും അവിടെ വെച്ചു എന്ന് പ്രോസിക്യൂഷൻ ഉറപ്പ് പറയുന്നില്ല. കാരണം പ്രോസിക്യൂഷന്റെ കയ്യിൽ അതിന് വേണ്ട തെളിവില്ല. അത് അറിയാവുന്ന ഒറ്റയാളേ ഉള്ളൂ, അത് കാവ്യ മാധവൻ, പിന്നെ ദിലീപ്. കാവ്യ മാധവനാണല്ലോ അത് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അവിടെ ഇത് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായിരിക്കുക. പക്ഷേ എന്തിന് ഇങ്ങനെ ഒരു ലോക്കർ തുറന്നു? അത് തെളിവ് നശിപ്പിക്കാനാണ് എന്നുള്ള കാര്യമാണ് പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ഈ കുറ്റകൃത്യം നടക്കും എന്ന് മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് തന്നെ ആ തെളിവ് എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുന്നതിന് വേണ്ടി, മറയ്ക്കുന്നതിന് വേണ്ടി ചെയ്തതാണ് എന്നുള്ള കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയാണ്. അത് അപ്പീൽ കോടതിയിലും സ്വാഭാവികമായിട്ടും പ്രോസിക്യൂഷൻ ഈ വാദം ഉന്നയിക്കും. അതിന് വേണ്ട തെളിവുകൾ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നുണ്ട്. പക്ഷേ കോടതി ഈ ബാങ്ക് മാനേജറുടെ മൊഴിയാണ് ആശ്രയിച്ചത്. പക്ഷേ അത് ആ ബാങ്ക് മാനേജർ ആ സമയത്ത് അവിടെ ജോലി ചെയ്തിരുന്ന ആളല്ല, പിന്നീട് ട്രാൻസ്ഫർ ആയിട്ട് അങ്ങോട്ട് വന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നുള്ള കാര്യമാണ് കോടതി പറഞ്ഞത്. ശരി സത്യം, ഇതാണ് സംഭവിച്ചത്. കാവ്യ മാധവന്റെ ബാങ്ക് ലോക്കറിൽ 5 രൂപയാണ് ആ ബാങ്ക് ലോക്കറിൽ നിന്ന് കിട്ടിയത്. മഞ്ജുഷ, ഒരു കാര്യം, നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്ന പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് മാർച്ച് മാസത്തിലെങ്കിലും ഈ ലോക്കർ തുറന്ന് പരിശോധിക്കാൻ തയ്യാറായില്ല? അവിടെ ഒരു ഫെയിലിയർ സംഭവിച്ചില്ലേ? മറ്റൊന്ന് കാര്യം, ഈ സംഭവം നടക്കുന്ന സമയത്ത് തന്നെ ദിലീപിന് വലിയ വ്യാപാര ബന്ധങ്ങളുണ്ട്. പുട്ടിന്റെ കടയുടെ നിരവധി ഷോപ്പ് ഗൾഫ് അടക്കമുള്ള മറ്റു രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു സംഭവം ഒളിപ്പിക്കണമെങ്കിൽ നിരവധി മറ്റ് സാധ്യതകളില്ലായിരുന്നോ? അപ്പോൾ അന്വേഷണ സംഘത്തിന് അവിടെ ഒരു പിഴച്ചോ എന്ന സംശയമൊക്കെ ഈ വീഡിയോയുടെ താഴെ പ്രകടിപ്പിക്കുന്നവരുണ്ട്. അവിടെ എന്തെങ്കിലും പിഴച്ച സൂചനകൾ ഉണ്ടോ? കോടതി അങ്ങനെ എന്തെങ്കിലും നിരീക്ഷണം? കോടതി വളരെ കുറച്ച് പേജുകളിലാണ് ഈ ലോക്കർ കാര്യത്തിലേക്ക് പോയിരിക്കുന്നത്. കാരണം കോടതിയുടെ മുന്നിൽ ആകെ ഒരു സാക്ഷിയെ വന്നിരുന്നുള്ളൂ എന്നതുകൊണ്ട് തന്നെ ആ സാക്ഷിയുടെ മൊഴികൾ കൂടുതലായിട്ട് ഈ പറയുന്ന ബാങ്ക് മാനേജറുടെ കാര്യമാണ് കോടതി പറഞ്ഞു പോകുന്നത്. പക്ഷേ പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ പറയുന്നത് ഇതിൽ കാവ്യ മാധവൻ ഒരു നിർണായക മൊഴി നൽകേണ്ട ആളാണ്. കാവ്യ മാധവൻ പറഞ്ഞിട്ടില്ല എന്താണ് ആ ദിവസം ആ ലോക്കറിൽ കൊണ്ടുവച്ചത്. ഇക്കാര്യം കാവ്യ മാധവൻ പറഞ്ഞിട്ടില്ല. അതാണ് പ്രോസിക്യൂഷൻ അപ്പീൽ കോടതിയിലും പറയാൻ പോകുന്നത്. അതിപ്പോൾ ഈ 5 രൂപ കോയിനാണ് വെച്ചിരുന്നതെങ്കിൽ, ഈ അമ്പലത്തിലെ പൂജാ സാമഗ്രികളാണ്, ഇപ്പോൾ പ്രസാദമാണ് കൊണ്ടുവച്ചിരുന്നത് എങ്കിൽ അതെന്തുകൊണ്ട് കാവ്യയ്ക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല? പല ഘട്ടത്തിലും കാവ്യ മാധവന്റെ മൊഴികളിൽ
പല കാര്യങ്ങളും ഓർത്തെടുക്കാൻ പറ്റില്ല എന്ന് പല ഭാഗങ്ങളിലും പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത്. ഈ ലോക്കറിന്റെ കാര്യത്തിൽ ലോക്കറിൽ എന്ത് വെച്ചിരിക്കുന്നു എന്നുള്ള കാര്യം പറയാൻ കഴിഞ്ഞില്ല. പിന്നെ അവിടുന്ന് ഒരു മാസം, ശരിയാണ്, ഫെബ്രുവരി അവസാനം പിന്നെ മാർച്ച് മാസം ഒക്കെ പോലീസിന്റെ കയ്യിലുണ്ട്. പക്ഷേ ഈ ലോക്കറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കിട്ടിയതിന് ശേഷമാണ് പോലീസ് ഇതിലേക്ക് പോയത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. അതൊരു മാർച്ച് മാസത്തിൽ എന്തുകൊണ്ട് തുറന്നില്ല എന്ന് പറയുമ്പോൾ അത് അന്വേഷണം നടന്നു വരുന്നു. അപ്പോൾ എവിടെയൊക്കെയുണ്ട് ദിലീപിന് അക്കൗണ്ട് എന്നുള്ള കാര്യം പരിശോധിക്കുന്നു. ദിലീപ് അറസ്റ്റിലായിട്ടില്ല ആ സമയം എന്ന് ഓർക്കണം. നോട്ടീസ് പോലും കിട്ടാത്ത ഒരു സമയമാണ്. ആ സമയത്ത് ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ നടക്കുന്ന സമയത്താണ് ഈ ലോക്കർ ഓപ്പണിംഗിലേക്ക് കാര്യങ്ങൾ പോകുന്നത്, പോലീസ് അത് കുത്തി തുറക്കുന്നത്. പക്ഷേ അവിടെയും പിഴച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഒരു നോട്ടീസ് കൊടുത്ത് വന്നില്ല എങ്കിൽ കുത്തി തുറക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ അന്നൊരു പ്രതി പോലുമല്ല ദിലീപോ അല്ലെങ്കിൽ ഒരു സാക്ഷി പോലുമല്ല കാവ്യ മാധവൻ. അപ്പോൾ ആ സമയത്ത് എന്തിന് ഇങ്ങനെ ധൃതി പിടിച്ച് ഈ ലോക്കർ കുത്തി തുറന്ന് അത് പരിശോധന നടത്തി എന്നുള്ള കാര്യത്തിലും കോടതി സംശയം പ്രകടിപ്പിക്കുകയാണ്. അതായത് കൃത്രിമ തെളിവുകൾ കൊണ്ടുവന്നതല്ലേ, തെളിവ് നശിപ്പിക്കുവാനായിട്ട് പ്രതി ശ്രമിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടി, ഈ ഗൂഢാലോചന തെളിയാതിരിക്കാൻ അല്ലെങ്കിൽ ഗൂഢാലോചന തന്നിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളല്ലേ നടത്തിയത് എന്ന് ഈ പ്രോസിക്യൂഷൻ മുൻകൂട്ടി കണ്ട് അതിലേക്ക് തെളിവുകൾ സംഘടിപ്പിക്കുകയല്ലായിരുന്നു എന്നുള്ള ചോദ്യമാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഈ ലോക്കർ എന്തിനു തുറന്നു എന്നുള്ള കാര്യം, അതിപ്പോൾ സെലിബ്രിറ്റികൾ സാധാരണ മിക്ക ബാങ്കുകളിലും അക്കൗണ്ടുകൾ തുറക്കാറുണ്ട് എന്ന കാര്യം അത് നമുക്ക് സമ്മതിക്കാം, അത് ശരിയാണ്. പക്ഷേ അതേ ഈ അക്കൗണ്ട് തുറന്ന ആ ബാങ്കിൽ ലോക്കർ എന്തിനു വേണ്ടി തുറന്നു എന്നുള്ള കാര്യമാണ്. അതിപ്പോഴും പ്രോസിക്യൂഷൻ അത് ഇവരെ സംശയനിഴലിൽ നിർത്തിക്കൊണ്ട് തന്നെ കോടതിയിൽ ഉന്നയിക്കാൻ പോവുകയാണ്, അപ്പീൽ കോടതിയിൽ ഉന്നയിക്കാൻ പോവുകയാണ്. പക്ഷേ അവിടെയും ഈ പറയുന്ന രണ്ട് സാമഗ്രികളും, മൊബൈൽ ഫോണോ അല്ലെങ്കിൽ മെമ്മറി കാർഡോ, അത് ലക്ഷ്യ എന്ന സ്ഥാപനത്തിൽ പൾസർ സുനി കൊണ്ടുവന്ന് എത്തിച്ച് അവിടെ നിന്ന് കാവ്യ മാധവന്റെ കയ്യിൽ കിട്ടി എന്നതിനുള്ള തെളിവ് പോലും കോടതി അംഗീകരിച്ചിട്ടില്ല. അതിൽ സാക്ഷിയെ മുഖവിലേക്കെടുക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ അക്കാര്യം, ആ സാക്ഷിയുടെ കാര്യം സ്വാഭാവികമായിട്ടും അപ്പീൽ കോടതിയിൽ വരും. ലക്ഷ്യയിൽ ആ തെളിവുകൾ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ബാങ്ക് ലോക്കറിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ പ്രോസിക്യൂഷൻ ഉറച്ചു നിൽക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ പറയുന്നത് പോലെ ഈ ലോക്കർ കാര്യം ഇങ്ങനെ ഉണ്ട്, സംശയത്തിന്റെ നിഴലിലാണെങ്കിലും അതിലേക്ക് ആവശ്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ കോടതി ചോദിച്ച മറ്റൊരു ചോദ്യം പ്രസക്തമാണ്. അതുപോലെ തന്നെ ഡിഫൻസ് വക്കീലും പറഞ്ഞിരുന്നു, അതുമാത്രമല്ല ആ മൊഴി നൽകിയ ബാങ്ക് മാനേജർ തന്നെ പറഞ്ഞിരുന്നു, ആ സമയത്തെ ബാങ്ക് ജീവനക്കാർക്ക് എന്നേക്കാൾ നന്നായിട്ട് ഈ കാര്യങ്ങൾ അറിയാം എന്ന്. അതായത് ഈ ലോക്കർ ഓപ്പറേറ്റ് ചെയ്ത സമയത്തെ എന്തുകൊണ്ട് അവരെ സാക്ഷികളാക്കിയില്ല എന്നുള്ള കാര്യവും പ്രധാനമാണ്. അത് 2022 ഈ ബാങ്ക് മാനേജർ സാക്ഷിയായി വന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യം കൂടി ഓർക്കണം. 2022 അന്തിമ റിപ്പോർട്ടിലാണ് ഈ ലോക്കറിന്റെ വിവരമുള്ളത്. അതിനു മുമ്പുള്ള റിപ്പോർട്ടുകളിൽ ഈ വിവരമില്ല. ഏറ്റവും അവസാനം നൽകിയ റിപ്പോർട്ടിലാണ്, 2022 നൽകിയ റിപ്പോർട്ടിലാണ് ഈ ലോക്കറിനെ കുറിച്ചുള്ള വിവരങ്ങൾ സംശയത്തിന്റെ പേരിൽ ഉന്നയിക്കുന്നത് പോലീസ് എന്നുള്ള കാര്യവും പ്രധാനമാണ്. സജിത്ത്, യെസ്, അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കാവ്യ മാധവൻ, ദിലീപ്, ഈ രണ്ടുപേരും ചേർന്ന് ഓപ്പൺ ചെയ്ത ലോക്കറിലെ തുറന്നു പരിശോധന, അതിൻ്റെ വിവരങ്ങളടക്കം അന്വേഷണ സംഘത്തിൻ്റെ നീക്കം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. എന്തായാലും ഗൂഢാലോചനാവാദം കോടതി അംഗീകരിക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ തീരുന്നില്ല. അപ്പീൽ സാധ്യതകളിലേക്ക് പ്രോസിക്യൂഷൻ കടക്കുമ്പോൾ ഈ ലോക്കർ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. ലോക്കർ സംബന്ധിച്ച് മൊഴിയെടുപ്പിൽ ബന്ധപ്പെട്ടവർക്ക് കാവ്യ മാധവൻ അടക്കം കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയാതെ വന്നതടക്കം ഉന്നയിക്കാനാണ് പ്രോസിക്യൂഷന്റെ നീക്കം. അപ്പീൽ കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ കടന്നു വരുമെന്ന് കരുതാം. അപ്പോൾ വിധിന്യായത്തിൻ്റെ ചില പിഴവുകളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള അപ്പീൽ നീക്കങ്ങളായിരിക്കും. അവിടെ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പരാമർശിച്ച കാവ്യ മാധവന്റെ മൊഴിയുടെ ചില പൊരുത്തക്കേടുകളടക്കം വീണ്ടും ശക്തമായി ഉന്നയിക്കാൻ പ്രോസിക്യൂഷനും ഒരുങ്ങും.